സുജാതൻ, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ഈ കഴിഞ്ഞ ഒരു വാരമായിട്ട് വളരെ മോശമായ വാരഫലമാണ് കാണുന്നത്. രാഷ്ട്രപതിയുടെ വായിൽ നിന്ന് കുറേ കേട്ടു. രാഷ്ട്രപതിയെ അവർ അപമാനിച്ചു എന്നുള്ളതാണ് വസ്തുത. പ്രോട്ടോകോൾ ലംഘനം, നഗ്നമായ പ്രോട്ടോകോൾ ലംഘനമാണ് നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനായിട്ട് വീണ്ടും ഏറ്റുമുട്ടി അവർ ധർണയൊക്കെ പ്രഖ്യാപിച്ചു. 6,70,000 പേരുടെ പേര് SIR എന്ന് വിട്ടി. അവർ SIR തുടർന്നതിൽ ടാമ്പർ ചെയ്യുക എന്നുള്ളതല്ല, റെക്ടിഫൈ ചെയ്യുന്നതിന് അവർ ഭയങ്കര എതിരായിരുന്നു. ഇപ്പോൾ അതാ പുതിയൊരു സംഭവം ഉള്ളത്. RN രവി, തമിഴ്നാട് ഗവർണർ RN രവി ബംഗാൾ ഗവർണറായിട്ട് നിയമിതനായി. അവിടെ നിന്നും ആനന്ദ ബോസ് രാജിവെച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ മമത പറഞ്ഞ് ഞെട്ടിപ്പോയി. ഭീകരാവസ്ഥയാണ്, ഇപ്പം മാറ്റേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇവരും ആനന്ദബോസുമായിട്ട് വലിയ വഴക്കായിരുന്നു കുറച്ച് തുടക്കത്തിൽ. അതെ. പിന്നെ ഇപ്പം ഈ രവീനെ അവിടെ നിയമിച്ചതോടുകൂടി കേന്ദ്ര ഗവൺമെൻറ് യഥാർത്ഥത്തിൽ മമതയെ മണിച്ചിത്രത്തായിട്ട് പൂട്ടിയേക്കാണ്. രവീനെ പറ്റി അറിയാമല്ലോ. രവി പഴയ കേരള കാഡറിലെ IPS ഉദ്യോഗസ്ഥനായിരുന്നു. വളരെ മികച്ച ഉദ്യോഗസ്ഥനാണെന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടൊന്നുമില്ല. അതിനറിയായിരിക്കും നന്നായിട്ട്. ദെൻ അതുകൂടാണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് പ്രൊമോഷൻ എല്ലാം കിട്ടിപ്പോയി ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ജോയിൻ ചെയ്തു. പിന്നെ നമ്മുടെ നാഗാലാൻഡിലെ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലിം എന്ന് പറഞ്ഞ ഒരു ഭീകര സംഘടനയുണ്ട്. ഒരു വിഘടനവാദികളാണ്. അതിൻ്റെ 2 നേതാക്കന്മാരുണ്ട്. ഐസക് ചിഷീസു ആൻഡ് ത്യൂങ്ലാങ് മ്യൂവാഹ് എന്ന് പറഞ്ഞ 2 പേരുണ്ട്. അവരുമായിട്ട് ചർച്ച നടത്താനായിട്ട് ഇൻ്റർലൊക്യൂട്ടറായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ചത് RN രവീനാണ്. പക്ഷേ ഏറ്റവും തമാശ, മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റാണ് അദ്ദേഹത്തെ ആ പോസ്റ്റിലേക്ക് നിയമിച്ചത്. അദ്ദേഹം വളരെ സ്തുത്യർഹമായ സേവനമാണ് ആ വകുപ്പിലിരുന്ന് കാണിച്ചത്. അത് കഴിഞ്ഞ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹം ഡാൻസ് കളിക്കില്ല എന്ന് കണ്ടപ്പോൾ ഉടനെ തന്നെ അവർ അദ്ദേഹത്തെ വധിക്കും എന്ന് ഭീഷണിപ്പെടുത്തി രാഖിരാമൻ അവിടെ നിന്ന് തമിഴ്നാട്ടിൽ കൊണ്ടുവന്നു. തമിഴ്നാട്ടിൽ വന്നപ്പോൾ സ്റ്റാലിൻ വരണ്ടുപോയി. ഇദ്ദേഹമാണ് തമിഴ്നാട് ഗവർണറായിട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് സ്റ്റാലിന് പേടിയായി. സ്റ്റാലിൻ, വൈക്കോ, തിരുമാവളവൻ, എല്ലാവരും കോൺഗ്രസ് നേതാക്കന്മാർ അയാൾ ഇവിടെ വേണ്ട, ഇവിടേക്ക് അയാളൊന്നും വിടണ്ട എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അതാ തിരിച്ച് ബംഗാളിൽ പോയിരിക്കുകയാണ്. ബംഗാളിൽ മമത ശരിക്കും പെട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താ പറയുന്നത് സുജാതൻ? ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ബംഗാളിൽ കേരളത്തോടൊപ്പം തമിഴ്നാടിനോടൊപ്പം തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ RN രവിയുടെ നിയമനം അതീവ ശ്രദ്ധേയവും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് മമത വെകിളി പിടിക്കാൻ അടിസ്ഥാന കാരണം അതാണ്. പിന്നെ രാഷ്ട്രപതിയോട് പ്രോട്ടോകോൾ ലംഘനം കാണിച്ചതിന് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുകയാണ് ബംഗാളിനോട്. മമത മാത്രമല്ല, അവരുടെ ഗവൺമെൻറ് പ്രതിനിധികളായ ചീഫ് സെക്രട്ടറി, DGP തുടങ്ങിയ ആളുകൾ നിർബന്ധമായും രാഷ്ട്രപതി സംസ്ഥാനത്ത് എത്തുമ്പോൾ സ്വീകരിക്കാൻ ചെല്ലേണ്ടവരാണ്. അവരുടെ ഒന്നും ഹാജരുണ്ടായില്ല. സിലിഗുഡിയിൽ ഈ സന്താൾ സമുദായത്തിൻ്റെ ഒരു വലിയ സന്താൾ വിഭാഗത്തിൻ്റെ ഒരു കൾച്ചറൽ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനാണ് രാഷ്ട്രപതി അവിടെ എത്തിയത്. വളരെ അതീവ പ്രാധാന്യമുള്ള ഒരു സാംസ്കാരിക പരിപാടിയായിരുന്നു അത്. അതിൽ നിന്ന് മുഖ്യമന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ച് മാറി നിന്നു. അവിടുത്തെ മുതിർന്ന ഉദ്യോഗസ്ഥ പ്രമുഖർ മാറി നിന്നു. ഈ സംഭവം രാഷ്ട്രപതിയെ ബഹിഷ്കരിക്കുന്നതിന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ സ്റ്റേറ്റിനെയും ധിക്കരിക്കുകയാണ് ചെയ്തത്. അതിന് ശരിക്കും നടപടിക്ക് ആകേണ്ടതാണ് മമത. കേന്ദ്ര ഗവൺമെൻറ് ഔദ്യോഗിക തലത്തിൽ ഇപ്പോൾ വിശദീകരണം തേടിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാരോട് പ്രത്യേകിച്ചും. വെസ്റ്റ് ബംഗാൾ ചീഫ് സെക്രട്ടറിയോട് കേന്ദ്ര ഗവൺമെൻറ് വിശദീകരണം തേടിയിരിക്കുകയാണ്. അപ്പോൾ ആ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത സ്റ്റെപ്പ് ഉണ്ടാകും. ആ സന്ദർഭത്തിലാണ് RN രവിയെ പോലെയുള്ള ഒരാൾ, കൃത്യമായി നിയമവ്യവസ്ഥ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾ, വേറെ താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ, തമിഴ്നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് ഗവർണർ പദവിയിലെത്തിയിരിക്കുന്നത്. അവിടെ പിന്നെ ആരോഗ്യകരമായ കാരണങ്ങളോ അല്ലാതെയോ ആനന്ദ ബോസ് അവിടെ നിന്ന് മാറി രാജിവെച്ച് പിരിയുകയും ചെയ്തു. അപ്പോൾ ആനന്ദ ബോസിൻ്റെ രാജിയുടെ കാരണം അദ്ദേഹം വൈകാതെ വെളിപ്പെടുത്താം, തൽക്കാലം രഹസ്യമായിട്ടിരിക്കട്ടെ എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. അത് എന്തെങ്കിലും ആകട്ടെ. RN രവിയെ പോലെ ഒരാൾ
നിയമവും ചട്ടവും മാത്രം റൂൾ ബുക്ക് നോക്കി കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ബംഗാളിലെത്തുമ്പോൾ ഒരു എല്ലാ കാര്യങ്ങളിലും തോന്നിയതുപോലെ പ്രവർത്തിക്കുന്ന മമതയോട് രവി ഒട്ടും മമതയോടെ പെരുമാറാനിടയില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. പിന്നെ തമിഴ്നാട്ടിലെ അദ്ദേഹത്തിൻ്റെ ഗവർണർ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ പശ്ചാത്തലവും തമിഴ്നാട് നിയമസഭ ഗവർണറിൽ അവിശ്വാസം വരെ പാസ്സാക്കി രാഷ്ട്രപതിക്ക് അയച്ചതാണ്. അപ്പം അത്തരം ബാക്ക്ഗ്രൗണ്ടുള്ള RNV പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ കേരളത്തിൽ അദ്ദേഹം കണ്ണൂരിൽ SP ആയിരുന്നു. അദ്ദേഹത്തെ ആ സമയത്ത് കണ്ണൂർ കേരളൗമുദിയുടെ ഒരു ലേഖകൻ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തെ പലതവണ കാണാനിട വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രവർത്തനം, അന്ന് വയലാർ രവി ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ RNV കണ്ണൂർ SP ആണ്. അന്ന് MV രാഘവനൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ ഫീൽഡ് മാർഷൽസായിട്ട് വിലസുന്ന സമയമാണ്. ഞാനിന്ന് ഓർക്കുന്നു MV രാഘവൻ്റെ ഒരു പ്രസംഗം, അവിടുത്തെ പൊതു സമ്മേളനത്തിലെ ഒരു പ്രസംഗം, വയലാർ രവിയല്ല RNV അല്ല ഏത് രവി വന്നാലും ഞങ്ങൾ നേരിടും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് പോലും രാഷ്ട്രീയ പ്രാധാന്യത്തോടെ നേതാക്കൾ എടുത്തുപയോഗിക്കുന്ന തരത്തിൽ ഇടപെടുന്ന ഒരു ഓഫീസറായിരുന്നു രവി. ആ രവിയെക്കുറിച്ച് പിന്നീട് കുമാർ പറഞ്ഞതുപോലെ അദ്ദേഹം കേന്ദ്രത്തിലും സംസ്ഥാനത്തും വളരെ ഉന്നതമായ പല പദവികളും ദൗത്യങ്ങളും വഹിക്കുകയും അതിലെല്ലാം അദ്ദേഹത്തിൻ്റെതായ മുദ്ര പതിപ്പിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥനുമാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ ഗവർണർ എന്ന നിലയിൽ അദ്ദേഹം മിക്കവാറും ചെന്നൈ വാർത്തയിൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരുണ്ടാവും. ഏതെങ്കിലും ഒരു വിവാദത്തിൽ, അല്ലെങ്കിൽ സ്റ്റാലിനുമായിട്ടുള്ള ഒരു ഉടക്കിൽ, ഇല്ലെങ്കിൽ ജനഗണമന പാടാൻ എന്നതിന് അകത്ത് വരുന്ന ഒരു വിവാദം, നിയമസഭയിലെ പ്രസംഗത്തിൻ്റെ വേളയിലും ഒക്കെ RNVയുടെ ഇടപെടൽ ഒരു ഗവർണർ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം നിയമവും ചട്ടവും ദേശീയ ബോധവും തികഞ്ഞ ദേശപ്രേമവും പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളായിട്ടാണ് കണ്ടത്. അദ്ദേഹം ബംഗാളിൽ നിർവഹിക്കാൻ പോകുന്ന ഗവർണർ എന്നതിന് ഉപരിയായിട്ടുള്ളൊരു രാഷ്ട്രീയ ദൗത്യം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രത്യക്ഷമായും കാണാൻ പറ്റും. വളരെ സോഫ്റ്റ് സ്പോക്കൺ അല്ലെങ്കിൽ മൃദുഭാഷിയായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒട്ടും ബഹളവും ചാട്ടവും ഒന്നുമില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് മുഴുവൻ ഓരോ വാക്കുകളും അദ്ദേഹം അളന്ന് മുറിച്ചാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സ്റ്റാലിൻ ഇത്ര ദേഷ്യം വരാൻ കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹം ഗവർണറായിട്ട് തമിഴ്നാട്ടിൽ ചാർജ് എടുത്തു ബൻവാരിലാൽ പുരോഹിത് പോയതിന് ശേഷം. അപ്പോൾ ആദ്യം ഇതൊരു യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിക്കാനായിട്ട് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ആര്യൻ ദ്രാവിഡൻ ഡിവൈഡ് എന്നുള്ളതൊക്കെ ശുദ്ധ ഭോഷ്കാണ്, ഇതൊക്കെ തെറ്റാണ്. സയൻസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യണം. സയൻസ് ഹാസ് പ്രൂവ്ഡ് ആര്യൻ ദ്രാവിഡൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. എല്ലാ മനുഷ്യർക്കും ഒരേ ജനറ്റിക് ട്രെയ്റ്റ്സ് ആണുള്ളത്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയും സൂററ്റ് തൊട്ട് സിൽച്ചാർ വരെയും വ്യാപിച്ച് കിടക്കുന്ന ഇന്ത്യൻ ജനത, അവർക്ക് എല്ലാവർക്കും ഒരു DNA സ്ട്രക്ചറാണുള്ളത്. പിന്നെ എവിടെയാണ് നമുക്ക് ആര്യൻ ദ്രാവിഡൻ എന്ന് പറഞ്ഞത്? ആര്യൻ എന്നുള്ള വാക്ക് സംസ്കൃതത്തിൽ ശ്രേഷ്ഠം എന്നുള്ള വാക്കിൻ്റെ ഒരു ഇതാണ്. അല്ലാണ്ട് ദ്രാവിഡൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രാഷ്ട്രക്കാരനൊന്നും. ഇത് പറഞ്ഞതോടുകൂടി സ്റ്റാലിൻ വിരളി പിടിച്ചു പോയി. കാരണം പൊളിറ്റിക്സ് അല്ലേ, ദ്രാവിഡ മുന്നേറ്റ കഴകം, പിന്നെ മൂർപ്പോക്ക് ദ്രാവിഡ മുന്നേറ്റ കഴകം, മരുമലർജി ദ്രാവിഡ മുന്നേറ്റ കഴകം. അതിൽ ഈ ഇത് അപ്സെറ്റ് ആവാഞ്ഞത് AIADMK മാത്രമല്ല, അവർക്കിപ്പോൾ ഇവരെ ആര്യനായ കൊള്ളാം ദ്രാവിഡനായ കൊള്ളാം ഭരണം കിട്ടണമെന്ന് മാത്രമേ ഒരു ആഗ്രഹം AIADMK ഉള്ളൂ, അത് എടപ്പാടി പഴനിസ്വാമിക്ക്. അപ്പോൾ രവിയെ പറ്റി നമ്മുടെ സെൻകുമാർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ പോലീസ് ജീവിതം എന്ന് പറഞ്ഞ്. അദ്ദേഹം IPS പ്രൊബേഷണറായിട്ട് കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു രവിയുടെ കീഴിൽ പരിശീലനം നേടണം എന്നുള്ളതാണ്. അന്നപ്പോൾ അത്രമാത്രം പോലീസ് അക്കാഡമിയിൽ വരെ രവിയെ പറ്റി ആൾക്കാർക്ക് അറിയാമായിരുന്നു, ഓഫീസറായിരുന്നു. അതെ, ഇപ്പോൾ പത്രത്തിലേക്ക് വരുമ്പോൾ സീനിയർ റിപ്പോർട്ടർ, ഇപ്പം ഞാനൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രത്തിൽ വരുമ്പോൾ സുജാതൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ്. കാരണം നമ്മുടെ സീനിയേഴ്സാണ് നമ്മളെ മൗൾഡ് ചെയ്യുന്നത്. ഏത് ജേർണലിസം സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാലും നമ്മുടെ മുതിർന്ന ഒരു പത്രപ്രവർത്തകൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ദാറ്റ് ഇസ് ദ സ്കൂൾ ഓഫ് ജേർണലിസം അല്ലേ, അതല്ലേ ഉണ്ടാവുക. അല്ലാണ്ട് കൊളംബിയയിൽ പോയി പഠിച്ചുകൊണ്ടോ
ഒന്നും യാതൊരു കാര്യമില്ല. ഒരു കാലത്തെ ജേർണലിസം, ഇപ്പോഴല്ല. ഇപ്പം ജേർണലിസം അല്ല സുജാതൻ, ഇപ്പം നടക്കുന്ന ജേർണലിസമാണ്. അത് ലീലാവതി ടീച്ചറുടെ പ്രയോഗമാണ്, ജേർണലിസം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആർ.എൻ. രവിയെക്കുറിച്ചാണ്. ആർ.എൻ. രവി ഇതുപോലെ ഒരു വലിയ ട്രാക്ക് റെക്കോർഡുള്ള ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗവർണർ എന്ന ദൗത്യവും തമിഴ്നാട്ടിൽ അദ്ദേഹം വളരെ ശ്രദ്ധേയമായിട്ടാണ് അവതരിപ്പിച്ചത്. സംഭവബഹുലവുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കൽക്കട്ടയിലെത്തുമ്പോൾ അദ്ദേഹം എന്തായാലും ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും മമതയെ സംബന്ധിച്ചിടത്തോളം ഒരു സുഖകരമായ അനുഭവമായിരിക്കില്ല. വരുന്ന ആളുകൾ വളരെ മോശമായിരിക്കും മമതയ്ക്ക്. മമത ഇപ്പോൾ അവിടെ റൈറ്റേഴ്സ് ബിൽഡിങ്ങിലല്ലല്ലോ ഇപ്പോൾ ഇരിക്കുന്നത്, തെരുവിലാണല്ലോ എപ്പോഴും. ധർണ നടത്തുക SIR-നെതിരെ. അതെ.